ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയും ജയക്കും സംസാരിച്ചു നിന്നത് കണ്ട് അർച്ചന അഴിഞ്ഞാടി നടക്കുകയാണെന്ന് വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയോട് പറയാണ്. ഇത് കേട്ട് സഹിക്കാനാവാതെ അർച്ചന പ്രവോക്കായി വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഞാൻ ജയക്കയോട് ഇനിയും സംസാരിക്കും, ജയക്കയുടെ കൂടെ പുറത്തു പോകും, വേണമെങ്കിൽ ജയക്കയുടെ കൂടെ താമസിക്കും, അതിന് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുതെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ഇത് സഹിക്കാനാവാതെ വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയുടെ കരണത്തടിക്കുകയാണ്. അടി കിട്ടുന്നതും അർച്ചനയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ തന്നെ അർച്ചന റൂമിലേക്ക് പോയി പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാണ്. അങ്ങനെ അർച്ചന വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, എന്റെ വീട്ടിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും നടന്നത്, നിങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പൊ പോലീസുകാർ വരും, നിങ്ങളെ കൊണ്ടുപോകുമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോഴേക്കും അച്ചുവും പോലീസുകാരും കൂടി ചന്ദ്രകാന്തത്തിലെത്തി വിജയ് ശങ്കറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിജയ് ശങ്കർ അങ്ങനെ അച്ചുവിനോട് തർക്കിക്കുകയാണ്. ഒടുവിൽ നിയമലംഘനം ചെയ്യുന്ന വിജയ് ശങ്കറിനെ അച്ചു പിടിച്ച് സെല്ലിൽ അടക്കിയാണ്. എന്നാൽ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി വിജയ് ശങ്കർ അങ്ങനെ നെഞ്ചുവേദന വരുന്നത് പോലെ സെല്ലിൽ കിടന്ന് അഭിനയിക്കുകയാണ്. താനിപ്പോൾ മരിച്ചു പോകും, തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ അവിടെ അർച്ചനയുമുണ്ട്. അർച്ചന അങ്ങനെ അച്ചുവിനോട് പറയുന്നുണ്ട്, നമ്മളായിട്ടൊരു പരീക്ഷണത്തിന് നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്ക് അച്ചു എന്ന് പറയാണ്. അങ്ങനെ അച്ചുവും പോലീസുകാരും കൂടി ചേർന്ന് വിജയ് ശങ്കറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ബോധമില്ലാത്തതുപോലെ അങ്ങനെ കിടക്കുകയാണ് വിജയ് ശങ്കർ. എന്നാൽ അച്ചു SP ഒന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുന്ന സമയത്ത് വിജയ് ശങ്കർ വേഗം കണ്ണു തുറന്ന് ഡോക്ടറോട് പറയുന്നുണ്ട്, എനിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ, ഞാൻ വെറുതെ അഭിനയിച്ചതാണ്, എനിക്ക് നെഞ്ചുവേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്, ഡോക്ടർ എന്നെ സഹായിക്കണം, എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം, എനിക്ക് നെഞ്ചുവേദനയാണെന്ന് പറയണം, അതുകൂടാതെ എന്നെ പോലീസുകാർ മർദ്ദിച്ചെന്നും എഴുതി ചേർക്കണം റിപ്പോർട്ടിൽ, എങ്കിലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ, ഡോക്ടർ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പണം മോഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വരുന്നുണ്ട്. അച്ചുവിനോട് ഡോക്ടർ പറയുന്നുണ്ട്, ഇയാൾ ഇപ്പോഴും മയക്കത്തിലാണ്, റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം, എന്തായാലും കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ വിജയ് ശങ്കറിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നറിഞ്ഞ് വീട്ടിൽ വന്ന് ആകെ വയലന്റ് ആവുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കർ ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞ് ചന്ദ്ര നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് അച്ചുവുമായി ചന്ദ്ര അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് എന്റെ ഭർത്താവിന് ഈ ഗതി വന്നതെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. ഡോക്ടറാണെങ്കിൽ ചന്ദ്രയോടും അച്ചുവിനോടും വിജയ് ശങ്കറിന് പോലീസുകാരിൽ നിന്നും മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നും പറയാണ്. ഇതുകൂടി കേട്ടതോടെ ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. വീണ്ടും അച്ചുവിനോട് തട്ടിക്കയറുകയാണ് ചന്ദ്ര. എന്നാൽ അച്ചു പറയുന്നുണ്ട്, പോലീസുകാര് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ദേഹത്ത് തൊട്ടിട്ടു പോലുമില്ല, നെഞ്ചുവേദന എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അച്ചു പറയുന്നുണ്ട്. ജയശങ്കർ ആണെങ്കിൽ അപ്പോഴേക്കും കണ്ണു തുറക്കുന്നുണ്ട്. എന്നാൽ അച്ചുവിന് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം ജയശങ്കറിന്റെ അടുത്ത നാടകമാണെന്ന്. അതിനുശേഷം ചിന്നുവും ആര്യയും സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആര്യ തന്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം ചിന്നുവിന്റെ മുന്നിൽ തുറക്കുകയാണ്. ആര്യ പറയുന്നതെല്ലാം ചിന്നു അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ തല്ല് കിട്ടിയാൽ കുറെ സമയം കഴിയുമ്പോൾ അതിന്റെ വേദന നമ്മൾ മറക്കും, എന്നാൽ ചില വാക്കുകൾ മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകളെ എത്ര കാലം കഴിഞ്ഞാലും അത് ഉണങ്ങില്ല ചേച്ചി എന്ന് ആര്യ വളരെ വിഷമത്തോടെ ചിന്നുവിനോട് അങ്ങനെ പറയാണ്. ഇത് കേട്ട് ചിന്നുവിന് ഒരുപാട് സങ്കടാവുന്നുണ്ട്. അതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.